നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെയ്ത്ത് മെഷീൻ്റെ പാർട്സ്, അതുപോലെ തന്നെ ലെയ്ത്ത് മെഷീൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസം, പിന്നെ അതുകൂടാതെ ഒരു വർക്ക് പീസ് നമ്മൾ എങ്ങനെയാണ് ലെയ്ത്ത് മെഷീൻ്റെ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നത്, പിന്നെ അതുകൂടാതെ കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ലെയ്ത്ത് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ടേണിങ്, ഫേസിങ്, ത്രെഡ് കട്ടിങ്, അതുകൂടാതെ തന്നെ ബോറിങ്, ഡ്രില്ലിങ്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഓപ്പറേഷൻ നമുക്ക് എങ്ങനെയാണ് ലെയ്ത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ടേണിങ് ഓപ്പറേഷൻ നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു റൗണ്ട് റോഡ്, ഒരു മൈൽഡ് സ്റ്റീൽ റൗണ്ട് റോഡിന് നമുക്ക് ആദ്യം ഈ ചക്കിലേക്ക് ക്ലാമ്പ് ചെയ്യാം. ക്ലാമ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ആദ്യം കണ്ടതാണ് വർക്ക് പീസിനെ ചക്കിൻ്റെ 3 ജോയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഒരു ചക്ക് റഞ്ച് ഉപയോഗിച്ചിട്ട് അതിൽ ചക്ക് കീ ഉപയോഗിച്ച് നമ്മളതിനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് ചക്കിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ കട്ടിംഗ് ടൂള് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ഈ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പ്, കട്ടിംഗ് പോയിൻ്റ് നമ്മൾ ലെയ്ത്ത് ആക്സിലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ആദ്യം ക്യാരിയേജ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ടൈൽ സ്റ്റോക്കിലെ സെൻറ്റർ, ആ റിവോൾവിങ് സെൻറ്ററിൻ്റെ ടിപ്പുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നു. മാച്ച് ചെയ്ത് നോക്കുമ്പം ആ ഹൈറ്റ് കറക്റ്റാണ് അല്ലേ. അതായത് നമ്മുടെ റിവോൾവിങ് സെൻറ്ററിൻ്റെ ഹൈറ്റ് ശരിക്കും നിങ്ങൾക്കറിയാം ലെയ്ത്ത് ആക്സിലായിരിക്കും. ആ പോയിന്റ് തന്നെയാണ് നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഈ കട്ടിംഗ് ടൂളിനെ ക്യാരേജിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, കട്ടിംഗ് ടൂളിനെ നമ്മുടെ ക്രോസ് സ്ലൈഡ് ഉപയോഗിച്ച് പുറകോട്ട് മാറ്റുന്നു. നമ്മൾ ലെയ്ത്ത് ആക്സിൽ നിന്ന് പുറകോട്ട് മാറ്റുന്നു. കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ക്യാരേജ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കട്ടിംഗ് ടൂളിൽ നമ്മുടെ വർക്ക് പീസിൻ്റെ എഡ്ജിൽ നിന്ന് കുറച്ച് അകത്തേക്ക് വയ്ക്കുന്നു. ഇതുപോലെ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കട്ടിംഗ് ടൂളും വർക്ക് പീസും തമ്മിൽ ഗ്യാപ്പുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ക്രോസ് സ്ലൈഡ്, ഈ ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീലുണ്ട്. ഈ ഹാൻഡ് വീല് മുമ്പോട്ട് നീക്കിക്കൊണ്ട് ഞാൻ കട്ടിംഗ് ടൂളിനെ നമ്മുടെ വർക്ക് പീസിൽ ടച്ച് ചെയ്യിക്കാൻ പോവാം. ടച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ലെയ്ത്ത് മെഷീൻ്റെ ചക്ക് ആ സമയത്ത് ഓൺ ആയിരിക്കണം. ഞാൻ ഓൺ ചെയ്യാൻ പോകുന്നു. ഇനി ഞാൻ പതുക്കെ ഈ ഹാൻഡ് വീല് ക്ലോക്ക് വൈസ് തിരിക്കാൻ പോവാം. ആ സമയത്ത് ക്രോസ് സ്ലൈഡ് മുമ്പോട്ട് മൂവ് ചെയ്യും. ഞാൻ വളരെ പതുക്കെയാണ് ടച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടച്ച് ചെയ്തിട്ടുണ്ട് അവിടെ. ഞാൻ ഇനി ചക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത ശേഷം ഈ കട്ടിംഗ് ടൂളിനെ ഞാൻ ഈ ക്യാരേജ് ഉപയോഗിച്ച് ഈ വർക്ക് പീസിൻ്റെ എഡ്ജിൽ നിന്ന് പുറത്തേക്ക് നീക്കാൻ പോവാം. ഇനി നമ്മളിപ്പം ക്രോസ് സൈഡ് നീക്കുന്നില്ല, ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വർക്ക് പീസും അതുപോലെ വർക്ക് പീസ് സർഫസും നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പും തമ്മിൽ ഗ്യാപ്പില്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, മാറ്റി വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ക്യാരേജിൽ നമുക്കിവിടെ അറിയാം ഒരു ക്രോസ് സൈഡ് ഉണ്ട്. ക്രോസ് സൈഡിൻ്റെ ഈ സൈഡിൽ ഹാൻഡ് വീലിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡയലുണ്ട്. ആ ഡയൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഡയൽ. അത് നമുക്കറിയാം നമ്മൾ ക്യാരേജിൻ്റെ ഈ ക്രോസ് സൈഡിൻ്റെ ഈ ഹാൻഡ് വീൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഡയലും കറങ്ങും. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഡയലൊരു തം സ്ക്രൂ ഉണ്ട്. നമുക്ക് ആ തം സ്ക്രൂ ലൂസ് ചെയ്യാം. ലൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡയൽ ഫ്രീ ആവും. കണ്ടോ, അപ്പോൾ ഫ്രീ ആയത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ നമുക്കൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിലോട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ്, നമുക്ക് സീറോ വേണമെന്ന് നിർബന്ധമില്ല, 0 കൊണ്ട് നമ്മൾ വെച്ചു എന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ ഈ തം സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഇനി നമ്മൾ ഈ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് ഈ ഡയലും ഒപ്പം കറങ്ങും. നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇപ്പോൾ അതിരിക്കുന്നത് 0 എന്ന പൊസിഷനിലാണ്, നമുക്കറിയാതെ. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന്. ഇനി നമുക്കൊന്ന് തിരിച്ച് നോക്കാം. തിരിച്ചു നോക്കുന്ന സമയത്ത് അത് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പം ക്രോസ് സൈഡ് മൂവ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഈ ഡയലും തിരിയുന്നുണ്ട്. നമുക്കിനി പഴയ പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ 0ലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതുപോലെ പഴയ 0ലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റും. അതതിൻ്റെ മെച്ചം. ഇപ്പം നമുക്കറിയാം നമ്മളിരിക്കുന്ന പൊസിഷൻ, നമ്മുടെ കട്ടിംഗ് ടൂളിൽ ഇരിക്കുന്നത് ആ വർക്ക് പീസിൽ ടച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് 0 സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ഡയലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടും. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡയലിൽ കുറേ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഇപ്പോൾ ഇരിക്കുന്നത് 0 ആണ്, നിങ്ങൾക്കറിയാം. ഈ ഡയൽ ക്ലോക്ക് വൈസ് ഇരിക്കുന്ന സമയത്ത്
നമ്മുടെ കട്ടിങ് ടൂൾ മുമ്പോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഇതിലൊരു ആ സീറോയിൽ നിന്ന് ജസ്റ്റ് അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവിഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലൊരു ഡിവിഷൻ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ കട്ടിങ് ടൂള് 0.05 മില്ലിമീറ്ററാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 0.05 മില്ലിമീറ്ററാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവിഷൻ മൂവ് ചെയ്ത സമയത്ത് സംഭവിച്ചത് കട്ടിങ് ടൂള് ആദ്യം നമ്മുടെ ഗ്യാപ്പ് 0 ആയിരുന്നു, അവിടെ നിന്ന് 0.05 മില്ലിമീറ്റർ മുമ്പോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന് പകരം ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ഒരു ഡിവിഷൻ വേണ്ട, നമുക്ക് വേണ്ടത് ഒരു 10 ഡിവിഷൻ മൂവ് ചെയ്യിക്കാം. നമുക്ക് 10 ഡിവിഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് 0.05 മില്ലിമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. 0.5 മില്ലിമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്, മുമ്പോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ആ കട്ടിങ് ടൂളിനെ ഞാൻ പതുക്കെ ഈ വർക്ക് പീസിനടുത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആദ്യം ഗ്യാപ്പ് 0 ആയിരുന്നു. ഇപ്പം ചെയ്തേക്കുന്ന കാര്യം, നമ്മൾ കട്ടിങ് ടൂളിനെ ആ വർക്ക് പീസിൻ്റെ ടച്ച് ചെയ്ത ആ പോയിന്റിൽ നിന്ന് 0.5 മില്ലിമീറ്റർ മുമ്പോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചക്ക് ഓൺ ചെയ്യാൻ പോവാണ്. ചക്ക് ഓൺ ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ക്യാരേജിലെ ഹാൻഡ് വീൽ, ഈ വീൽ ഉപയോഗിച്ച് ഇസഡ് ആക്സിൽ, അതായത് നമ്മൾ വർക്ക് പീസിന് സൈഡിലേക്ക് ഈ ക്യാരേജ് മൊത്തം മൂവ് ചെയ്യിക്കാൻ പോകണം. ആ സമയത്ത് നിങ്ങൾക്കറിയാം ടൂളും മൂവ് ചെയ്യും. ഞാൻ വളരെ പതുക്കെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു. ഈ ഹാൻഡ് വീൽ സ്റ്റോപ്പ് ആവാതെ തന്നെ ഒരേ RPM ഒരേ RPM ഇതിന് മൂവ് ചെയ്യിക്കുന്നു. ആ ഫീഡ് റേറ്റ് യൂണിഫോം ആയിരിക്കും. സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമുക്ക് ലെയ്ത്ത് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് വീണ്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഒരു സിലിണ്ടറിക്കൽ പോർഷനാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? നമുക്കിനി ഈ ഡയമീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 24 സെൻറ്റിമീറ്ററാണ്, 24 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ സംഭവിച്ചത്, നമ്മൾ ആദ്യം കൊടുത്ത ഡെപ്ത് കൊടുത്തത് 0.5 മില്ലിമീറ്റർ ആയിരുന്നു. അപ്പം ഡയമീറ്ററിക്കൽ വരുമ്പോഴത്തേക്കും അതിന് ഡബിൾ ആവും. ഇപ്പോൾ സംഭവിച്ചത് 1 മില്ലിമീറ്റർ നമ്മുടെ വർക്ക് പീസിൽ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ആദ്യം ഇത് ടൂൾ മൂവ് ചെയ്ത് ശരിക്കും നമ്മുടെ ലെയ്ത്ത് ആക്സിന് പാരലായിട്ടായിരുന്നു മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് പീസിൻ്റെ ഈ കാണുന്ന സർഫസും നമ്മുടെ ലെയ്ത്ത് ആക്സിന് പാരലായിരിക്കും. നമുക്ക് കിട്ടിയത് ഒരു സിലിണ്ടറിക്കൽ പോർഷനാണ് കിട്ടിയത് നമുക്ക്. ഈ ഓപ്പറേഷനെയാണ് നമ്മൾ ലെയ്ത്ത് മെഷീനിലെ ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടേണിംഗ് ഓപ്പറേഷൻ കണ്ടു. ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ വർക്ക് പീസ് കാണുന്ന പോലുള്ള ഇതുപോലൊരു സിലിണ്ടറിക്കൽ പോർഷൻ നമുക്ക് ടേണിംഗ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കിട്ടി. ഇനി നമുക്കൊരു ടേപ്പർ ടേണിംഗ്, ഇതുപോലൊരു ടേപ്പേർഡ് പോർഷൻ എങ്ങനെയാണ് നമുക്ക് ലെയ്ത്ത് മെഷീനിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു ടേപ്പർ പോർഷനാണ്, അല്ലേ? ഓക്കെ, നമ്മൾ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ടേപ്പർ ടേണിംഗ് ചെയ്യാനായിട്ട് 2-3 മെത്തേഡുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ കോമ്പൗണ്ട് സ്ലൈഡ്, നിങ്ങൾക്കറിയാം ഈ കോമ്പൗണ്ട് സ്ലൈഡ് നമ്മൾ ആദ്യം സാധാരണ നോർമലി നമുക്ക് ഇതിനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നത് നമ്മുടെ ലെയ്ത്ത് ആക്സിന് പാരലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ പാരലിസം മാറ്റാൻ പോവുകയാണ്. അതായത് നമുക്കിതിനെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഒരു അലൻ കീ ഉണ്ട്. നമ്മൾ ഈ അലൻ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട് സ്ലൈഡിൻ്റെ താഴെ 2 ബോൾട്ട് ഉണ്ട്, നമ്മളതിനെ ലൂസ് ചെയ്യുന്നു ആദ്യം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് സൈഡ് നമുക്ക് ഡയൽ കൊടുത്തിട്ടുണ്ട്. ആ ഡയലിൽ ഇപ്പോൾ 0 കൃത്യമായിട്ട് 0 നമ്മൾ സെറ്റ് വെച്ചിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് പാരലായിട്ട് മൂവ് ചെയ്യാനായിട്ട് 0 സെറ്റ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ 0 നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം ഈ 2 ബോൾട്ട് നമ്മൾ അലൻ കീ ഉപയോഗിച്ച് ലൂസ് ചെയ്യുന്നു. ഈ വശത്ത് 2 ഉണ്ട്, അത് നമ്മൾ ലൂസ് ചെയ്യുന്നു. ലൂസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ഈ സ്ലൈഡിങ്ങിനെ തിരിക്കാൻ പറ്റും. ഉണ്ടോ? ഇപ്പോൾ ആ 0 മാറിയിട്ടുണ്ട്. നമുക്കൊരു 5 ഡിവിഷൻ, ഒരു 5 ഡിഗ്രി നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും.
ഞാൻ ഇവിടെ ഒരു 5 ഡിഗ്രി മാറ്റിയിട്ടുണ്ട്. ഇനി അത് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ഈ കട്ടിംഗ് ടൂളിനെ വർക്ക് പീസിലേക്ക് അടുപ്പിച്ച് വയ്ക്കുന്നു. അതിനുശേഷം ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു, ക്യാരേജ് ഉപയോഗിച്ചാണ് നമ്മൾ കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ കോമ്പൗണ്ട് സൈഡിലെ ഹാൻഡ് വീൽ ഉപയോഗിച്ചാണ് ടൂളിനെ മൂവ് ചെയ്യിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ അത് ആദ്യം 0 വെച്ചിരുന്നെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത് ലെയ്ത്ത് ആക്സിൻ്റെ പാരലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം. കാരണം ഇവിടെ നമ്മൾ ഒരു 5 ഡിഗ്രി 5 ഡിവിഷൻ നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ മെഷീൻ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തിട്ട് കോമ്പൗണ്ട് സൈഡ് ഉപയോഗിച്ച് ഈ ടൂളിനെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര ഡിഗ്രിയാണോ, ഏത് ആംഗിളിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്, ആ ആംഗിളിലായിരിക്കും ടൂൾ മൂവ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിനെ ക്ലോക്ക് വൈസ് തിരിക്കാൻ പോവാണ്. മെഷീൻ ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ വർക്ക് പീസ് ഇപ്പം ടേപ്പറാണ്. കണ്ടോ, ഇതാണ് നമുക്ക് ലെയ്ത്ത് മെഷീനിൽ ടേപ്പർ ടേണിങ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. കോമ്പൗണ്ട് സൈഡ് സെറ്റ് ഓവർ മെത്തേഡാണ്. അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ടേപ്പർ ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫേസിങ് ഓപ്പറേഷനാണ്. ഫേസിങ് ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ഒരു റൗണ്ട് റോഡിൻ്റെ എൻഡ്, ആ എൻഡ് ഇപ്പോൾ നമ്മളൊരു ഹാക്സോ ഉപയോഗിച്ച് കട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ പവർ സോ ഉപയോഗിച്ച് കട്ട് ചെയ്തായിരിക്കും. നമുക്കതിനെ ഒന്ന് നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ അതിനാണ് സാധാരണ ഫേസിങ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് പീസിനെ ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചക്കിലേക്ക് ക്ലാമ്പ് ചെയ്യാം. ക്ലാമ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ചക്രഞ്ചുണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ടേണിങ് ഓപ്പറേഷൻ കണ്ട സമയത്ത് നമുക്കറിയാം, നമ്മൾ ടേൺ ചെയ്ത സമയത്ത് അതിൻ്റെ ഡയമീറ്റർ ആയിരുന്നു കുറഞ്ഞത് അല്ലേ, നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ഫേസിംഗ് ആണ്. ഫേസിംഗ് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ ലെങ്ത് ആയിരിക്കും കുറയുന്നത്. കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് എപ്പോഴും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ടൂളിനെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടൂൾ ഇരിക്കുന്ന പൊസിഷൻ നമുക്കൊന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ടൂളിൻ്റെ നമ്മുടെ ടൂൾ ഹോൾഡറിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ലെയ്ത്ത് ആക്സിന് പെർപെൻഡിക്കുലർ ആയിപ്പോൾ ഇരിക്കുന്നത്. നമുക്കതിനെ ഇതിന് നമ്മുടെ വർക്ക് പീസിൻ്റെ ഫേസ് നമുക്ക് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് വർക്ക് പീസിൻ്റെ ആക്സിസ് നമ്മുടെ ലെയ്ത്ത് ആക്സിന് പാരലാക്കണം. നമുക്ക് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് ടൂൾ ഹോൾഡർ ഉണ്ട്. ഈ ടൂൾ ഹോൾഡർ നമുക്ക് നമ്മുടെ ഈ ഇതുപോലെ ടൂൾ പോസ്റ്റ് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ടൂൾ പോസ്റ്റ് നമുക്ക് പല ആംഗിളിൽ തിരിച്ചു വയ്ക്കാൻ പറ്റുന്ന ടൂൾ പോസ്റ്റാണ് നമുക്കുള്ളത്. നമുക്ക് ആദ്യം അതിനെ ഒന്ന് തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ 90 ഡിഗ്രി തിരിച്ചു വയ്ക്കാം. അതിന് നമുക്കൊരു സ്പാനറുണ്ട്. നമുക്ക് സ്പാനർ വെച്ച് നെറ്റ് നമുക്ക് ലൂസ് ചെയ്യാം. ആദ്യം ലൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ പോസ്റ്റിനെ നമുക്കിങ്ങനെ തിരിച്ചു വയ്ക്കാം. 90 ഡിഗ്രി തിരിച്ച് വെച്ചു നമ്മൾ. ഇനി അതിനെ ലോക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടൂൾ ഹോൾഡർ ഈ സ്ഥലത്ത് തിരിഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കിതിനെ തിരിച്ച് നമ്മുടെ വർക്ക് പീസിന് ഫേസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്കൊരു ഇതുപോലൊരു ടൂളുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ ഹോൾഡറിനെ മാത്രം നമുക്കിതുപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് ഒന്നും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, നമ്മൾ അതിൻ്റെ പൊസിഷൻ മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ക്രോസ് സൈഡ് ഹാൻഡ് വീലുണ്ട്. അത് ഉപയോഗിച്ച് ടൂളിനെ മുമ്പോട്ട് മൂവ് ചെയ്യാം. മുമ്പോട്ട് മൂവ് ചെയ്തു. മുമ്പോട്ട് മൂവ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഈ ടൂളിനെ ഇതിൻ്റെ പുറത്തേക്ക്, എഡ്ജിന് പുറത്തേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ മെഷീൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. മെഷീൻ ഓൺ ചെയ്തു. എന്നിട്ട് ചെയ്യുന്നത്
നമ്മുടെ ഈ ക്രോസ് സൈഡിൽ കോമ്പൗണ്ട് സൈഡ് ഉണ്ട്. കോമ്പൗണ്ട് സൈഡിലെ ഹാൻഡ് വീല് അതൊക്കെ മൂവ് ചെയ്തിട്ട് ടിപ്പ് ഇതിലേക്ക് ടച്ച് ചെയ്യിക്കാൻ പോവാം. കട്ടിങ് ടൂളിൽ ടിപ്പ് പതുക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട് പതുക്കെ. ഇനി ഞാൻ മെഷീൻ ഓഫ് ചെയ്യാൻ പോകും. ഓഫ് ചെയ്തിട്ട് ഞാൻ പതുക്കെ ടൂളിനെ പുറകോട്ട് മാറ്റുന്നു. ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഫേസ് ഇറഗുലർ ആയിരിക്കും. നമുക്കത് ഫേസ് കഴിയുമ്പോൾ ആണ് നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നമുക്കറിയാം വർക്ക് പീസും ഈ ടൂളും തമ്മിൽ ആ ടച്ച് ചെയ്ത സമയത്ത് ഗ്യാപ്പ് 0 ആയിരുന്നു. നമുക്കിനി 1 മില്ലിമീറ്റർ നമുക്ക് ഡെപ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ ഈ നമ്മുടെ കോമ്പൗണ്ട് സൈഡിലൊരു ഡയലുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ അവിടെ നിന്നൊരു 10 ഡിവിഷൻ മുമ്പോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. ആ 10 ഡിവിഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 0.5 മില്ലിമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫേസിങ് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്തിൽ നിന്ന് 0.5 മില്ലിമീറ്റർ കുറയുന്നതായിരിക്കും കാണാൻ പറ്റും. ഞാൻ ഈ ഓപ്പറേഷൻ കാണിച്ചു തരാം. വീണ്ടും മെഷീൻ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തിട്ട് ക്രോസ് സ്ലൈഡ് ഉപയോഗിച്ച് ടൂളിന് മുമ്പോട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർക്ക് പീസിൻ്റെ ലെങ്താണ് കുറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സർഫസ് അതിന് ഇറഗുലാരിറ്റി മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോയ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെയ്ത്ത് ആക്സിസിൻ്റെ പെർപെൻഡിക്കുലർ കട്ട് ചെയ്ത് പോയല്ലേ. ഈ ഓപ്പറേഷൻ്റെ പേരാണ് ഫേസിംഗ് എന്ന് പറയുന്നത്.